ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സിന്റെ റിവിഷൻ ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ ആൻസേഴ്സും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ കളക്റ്റീവ്ലി കൾട്ടിവേറ്റഡ് ലാൻഡ് ഇൻ ചൈന ഇസ് നോൺ ആസ് കമ്മ്യൂൺ സിസ്റ്റം. അല്ലെ, നമ്മൾ പഠിച്ചായിരുന്നു. കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂട്ടമായിട്ട് കൃഷി ചെയ്യുന്ന ആ ഒരു സ്കീമിനെയാണ് നമ്മൾ കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ചൈനയിലാണത് ഉള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഹാസ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്നാണ്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എവിടെയാണ് കൂടുതൽ? പാകിസ്ഥാനിലാണ്. നമ്മൾ പഠിച്ചതാണ്. ചൈന അതിന്റെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അനൗൺസ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. 1951 ആണ് അല്ലെ, 1953 ആണ്. 1951 ഇന്ത്യയുടെ ആദ്യത്തെ 5 ഇയർ പ്ലാൻ വരുന്നത്. ഓക്കെ, ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻ വരുന്നത് 1951 കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ഇന്ത്യ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരുന്നത് 1991 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 1978 ചൈന കൊണ്ടുവരുന്നത്. 1988 പാകിസ്ഥാൻ കൊണ്ടുവരുന്നത്. മറന്നു പോകരുത്. ചൈനയുടെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന സംഭവം 1958 അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഗ്രേറ്റ് പ്രോലിറ്റേറിയൻ റവല്യൂഷൻ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അത് 1967, 66, 67 കമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഫ്യൂച്ചർ ഏത് രാജ്യത്തിന്റെയാണ്? ചൈനയുടെ അല്ലെ. റിഫോംസ് 1978 റിഫോംസ് കൊണ്ടുവന്നത് ചൈനയാണ്. പാകിസ്ഥാൻ 1988, ഇന്ത്യ 1991. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ ഫോം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ രാജ്യങ്ങളും അവരുടെ ആ ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്നു. അപ്പൊ അതിനകത്ത് സാർക്ക് ഉണ്ട്, ആസിയാൻ ഉണ്ട്. അപ്പൊ സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ ആണ്. ആസിയാൻ എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. ജസ്റ്റ് ഫുൾ ഫോം ഒന്ന് പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ചൈന. ചൈനയിൽ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന് കാരണം എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് 1958 ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് നമുക്ക് പറയാം. അതുപോലെ തന്നെ കമ്മ്യൂൺ സിസ്റ്റം പറയാം. പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ ആണ്. റിഫോംസ്, പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. സാർക്ക് നേഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിനകത്ത് ചൈനയില്ല, ഇന്ത്യയും പാകിസ്ഥാനും നേപ്പാളും ഒക്കെയാണ് വരുന്നത്. ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്സ്, ശ്രീലങ്ക. മെൻഷൻ സം എക്സാമ്പിൾസ് ഓഫ് റീജിയണൽ ആൻഡ് എക്കണോമിക് ഗ്രൂപ്പിംഗ്. നമ്മൾ കുറച്ച് പഠിച്ചതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട്. സാർക്ക് ഉണ്ട്, EU യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ ആസിയാൻ ഉണ്ട്, G8 ഉണ്ട്, അതുപോലെ G20 ഉണ്ട്. ഇനി അടുത്തത്, ഒരു അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവര് അഗ്രികൾച്ചറിൽ ഓവർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇത് നമ്മൾ ഡയറക്ട്ലി അങ്ങനെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോജിക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും, ഇൻകം ഭയങ്കര കുറവായിരിക്കും, പോവർട്ടി ഉണ്ടായിരിക്കും, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒരു അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമിയുടെ ഇതാണ്. ട്രൂ ഓർ ഫോൾസ് ആണ്. ഇന്ത്യയിൽ അഗ്രികൾച്ചർ ഈസ് എ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു GDP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണല്ലേ, നമുക്കറിയാം. ഏത് സെക്ടറാണ്? സർവീസ് സെക്ടർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ചൈനയിലെ ഇൻഡസ്ട്രിയാണ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു GDP. അത് ട്രൂ ആണ്. കമ്പയർഡ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ചൈനയ്ക്കാണ് ഹയസ്റ്റ് റാങ്ക് ഇൻ HDI എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിവിടെ ട്രൂ ആണ് കേട്ടോ. ഇതും ട്രൂ ആണ്. അപ്പൊ രണ്ടെണ്ണം ട്രൂവും ഒരെണ്ണം ഫോൾസും ആണേ. മെൻഷൻ ദ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇത് നമ്മൾ അല്ലാതെ പഠിച്ചതാണ്. അപ്പോൾ ഇത് ഡയറക്ട്ലി ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതല്ല. പെർ ക്യാപിറ്റ ഇൻകം, അഡൾട്ട് ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി. മെൻഷൻ ദ ഇയേഴ്സ് വെൻ ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വാസ് ഇനിഷ്യേറ്റഡ് ഇന്ത്യ, ചൈന, അതുപോലെ പാകിസ്ഥാൻ. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ഡേറ്റ് അല്ല കേട്ടോ. ഇത് എക്കണോമിക് റിഫോംസിന്റെയാ. ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ഇന്ത്യയുടെ ആണെന്നുണ്ടെങ്കിൽ 1951 ആണ്. അതുപോലെ ചൈനയുടെ ആണെന്നുണ്ടെങ്കിൽ 1953 ആണ്. ഓക്കെ, പാകിസ്ഥാനെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കണേ. പാകിസ്ഥാന്റെ ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞതാണ്, ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത്, ഗ്രൂപ്പ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് പെർട്ടൈനിങ് ടു ദ എക്കണോമീസ് ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ അണ്ടർ 3 ഹെഡ്സ്. അതായത് ഇന്ത്യയിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ, ചൈനയിൽ സംബന്ധമായിട്ടുള്ള എന്തൊക്കെയാണ്, പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്. അപ്പൊ നമ്മൾ അതൊരു ടേബിൾ ആക്കാൻ, ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം വൺ ചൈൽഡ് നോം എന്ന് പറയുന്നത് ചൈന റിലേറ്റഡ് ആണ് അല്ലെ, ചൈനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ലോ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്
അതാണ്ടെ ചൈനയുടെ നമുക്ക് നോക്കാം. ലോ ഫെർട്ടിലിറ്റി, വൺ ചൈൽഡ് നോം, ഒറ്റ കുട്ടിനായി നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ അർബനൈസേഷൻ, ലാർജ് പോപ്പുലേഷൻ, മാനുഫാക്ചറിങ് സെക്ടർ, ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചൈനയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അതുപോലെ സർവീസ് സെക്ടർ വഴിയുള്ള വളർച്ച. പാകിസ്ഥാനിലെയും നമുക്ക് ഇന്ത്യയിലെയും പറയാം മിക്സ്ഡ് എക്കോണമി, പിന്നെ വെരി ഹൈ ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പൊ അതങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രേഡ് ലീവ് ഫോർവേഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഗ്രേഡ് ലീവ് ഫോർവേഡ് എന്താണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. 1958 തുടങ്ങി. അപ്പൊ അതെന്താണ് നമ്മൾ പഠിച്ചായിരുന്നു. റൂറൽ ഇക്കോണമിയിൽ ആൾക്കാർക്ക് അവരുടെ വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ തന്നെ എന്താണ് വളരെ മാസീവായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്, അല്ലെ, കമ്മ്യൂൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം 26,000-ഓളം കമ്മ്യൂണിറ്റികൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഇന്ത്യയും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ജസ്റ്റ് ആ നോട്ട്സ് ഒന്ന് വായിച്ചിട്ട് ഇത് തന്നെ താൻ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ, ഒന്ന് എഴുതിയൊക്കെ നോക്കാം. അപ്പോൾ പാകിസ്ഥാനിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏകദേശം ചൈനയുടെ ഇന്ത്യയുടെ 1/10 മാത്രമേ അവിടെ വരുന്നുള്ളൂ. ചൈനയാണ് നമ്മളെ ഏറ്റവും വലിയ രാജ്യമായിട്ട് പറയുന്നത്, അല്ലേ? പക്ഷെ ഡെൻസിറ്റി വളരെ കുറവാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാനിലാണ്. ഇത് പലയിടത്തായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്സ് റേഷ്യോവും ലോ ആണ് എന്നുള്ള 3 രാജ്യങ്ങളിലും ലോ ആണ്. ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും കുറവ് ചൈനയിലാണ്, ഏറ്റവും കൂടുതലുള്ളത് പാകിസ്ഥാനിലാണ്. അതും വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കണ്ടു. അർബനൈസേഷന്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാനും ചൈനയിലും കൂടുതലാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഒരു ഹെഡിങ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും ഒക്കെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. 5 ഇയർ പ്ലാൻസിന്റെ കേസ് നിങ്ങൾക്ക് പറയാം. അഗ്രികൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് പറയാം. ഇതൊക്കെ അവിടുത്തെ കീ പോയിന്റ്സ് ആണ് കേട്ടോ. ഇവിടെ എയും ബി ആയിട്ട് നിങ്ങൾ മാച്ച് ചെയ്യണം. ഗ്രേറ്റ് പ്രോളറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്നാണ് 1965 അല്ലേ? അതുപോലെ ഗ്രേറ്റ് ലീവ് ഫോർവേഡ് ആണെന്നുണ്ടെങ്കിൽ 1958. എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ 1991. പാകിസ്ഥാൻ ആണെങ്കിൽ 1988. ചൈനയിലാണെങ്കിൽ 78. അതിൽ ചൈനയിലെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 53-ലും ഇന്ത്യയുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 51-ലും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ചൈനസ് റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ഇറ്റ്സ് റിഫോംസ് ഇൻ 1978. ഡു യു എഗ്രി? എലൂസിഡേറ്റ്. അപ്പൊ ഇങ്ങനെ ഡു യു എഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം യെസ് ഓർ നോ എന്നുള്ളത് ആൻസർ കൊടുക്കുക കേട്ടോ. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. എന്നിട്ട് മാത്രം അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന റിഫോംസ് അഗ്രികൾച്ചറിലും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. എഡ്യൂക്കേഷൻ, അതുപോലെ ഹെൽത്ത്, ലാൻഡ് റിഫോംസ്, ഇതിനകത്തൊക്കെ എന്താണ് ഇവർ റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പം ആദ്യം അവർ റിഫോംസ് കൊണ്ടുവന്നത് അഗ്രികൾച്ചറിലാണ് നമ്മൾ പറഞ്ഞു. പിന്നെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, പ്രൈവറ്റ് സെക്ടർ ഫേമുകൾ, വില്ലേജ് എന്റർപ്രൈസുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം അവർ കൊടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കമ്പയർ ചെയ്യാനാണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇന്ത്യ, ചൈന, പാകിസ്ഥാന്റെ സെക്ടോറൽ കോൺട്രിബ്യൂഷൻ. GDP in 2003 ആണ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസിൽ എത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ചൈനയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സർവീസ് സെക്ടറാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? അപ്പം കൂടുതൽ ആൾക്കാരും ഇന്ത്യയിലും പാകിസ്ഥാനിലും വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചറിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂഷൻ വരുന്നത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സർവീസ് സെക്ടറിലാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. സോ ചൈനയുടെ റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് കാരണം 78-ലെ റിഫോംസ് ആണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. അടുത്തത് കമ്പയർ ദ ഡെവലപ്മെന്റ് ഓഫ് ചൈന, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വിത്ത് റെസ്പെക്ട് ടു സം സാലറി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. അതും നമ്മൾ ഈ പറയുന്ന ലൈഫ് എക്സ്പെക്ടൻസിയുടെ കേസുകൾ, HDA ഇൻഡെക്സ്, അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതിയാവും. ഓക്കെ, തടെ ഇനി നോക്കിക്കേ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് പെർട്ടൈനിങ് ടു ദ എക്കണോമിക്സ് ഓഫ് ഇന്ത്യ ആൻഡ് ചൈന. ഓക്കെ, അപ്പം ഇപ്പം റിഫോംസ് ആണെന്നുണ്ടെങ്കിൽ 1978 കൊണ്ടുവന്നു. റിഫോംസ് വേറെ ഇൻട്രൊഡ്യൂസ്ഡ്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലാണ് ലാൻഡ് റിഫോംസ് കൊണ്ടുവരുന്നത്. 1991 എക്കണോമിക് റിഫോംസ്, അഡൽട്ട് ലിറ്ററസി 61% വരുന്നത്. ബാക്കി 3 കാര്യങ്ങൾ ചൈന റിലേറ്റഡ് ആണ് കേട്ടോ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചൈന റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ചൈനയിലെ ലിറ്ററസി ഒക്കെ കണ്ടോ, 90.9% ആണ് വരുന്നത്. ഓഡ് വൺ ഔട്ടാണ്. ഗ്രേറ്റ് ലീവ് ഫോർവേഡ് ചൈനയായിട്ട് ബന്ധപ്പെട്ടതാണ്. വൺ ചൈൽഡ് ലോം ചൈനയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രോ ഡ്യൂ ടു ദ സർവീസ് സെക്ടർ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? പ്രോലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ ചൈനയായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഗ്രോ ഡ്യൂ ടു ദ സർവീസ് സെക്ടർ ആണ് ഇവിടുത്തെ ഓഡ് വൺ ഔട്ട്.
അടുത്തത് പോളിസി മെഷേഴ്സ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ചൈന ആർ ഓൾമോസ്റ്റ് സിമിലർ ബട്ട് ദി ഇമ്പാക്ട് ഓഫ് ദീസ് മെഷേഴ്സ് വാസ് ഡിഫറെന്റ് ഇൻ ദീസ് ടു ഇക്കോണമീസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ ഇന്ത്യയിലും ചൈനയിലും എടുത്തിട്ടുള്ളത് വെച്ചിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണേ. അടുത്തത് ദ പ്രസന്റ് ഡേ ഫാസ്റ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇൻ ചൈന ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ദ റിഫോംസ് ഇൻട്രൊഡ്യൂസ് ഇൻ 1978 സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് റൈറ്റ് ദ ഇയേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ഇത് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നാണ് 1958 അതുപോലെ ഗ്രേറ്റ് പ്രോളിറ്റേറിയൻ റവല്യൂഷൻ 1965, 66, 67 കാലയളവാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 1951 ഇത് ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കണേ. 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇൻ ചൈന 1953 വരുന്നത്. പാകിസ്ഥാനിലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാകിസ്ഥാനിലെ എന്നാണ് 1955 അവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരുന്നത്. പിന്നെ സ്ട്രക്ചർ റിഫോംസ് ഇൻ ചൈന എന്ന് പറയുന്നത് 1978. ഓക്കെ, അപ്പോൾ ഇത്ര ഇരിക്കട്ടെ. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ പോർഷൻസ് ഒന്ന് പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത ഒരു 48 സ്ലൈഡ്സ് കൂടെ ഉണ്ട്, ആ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.